നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പലഹാരമൊക്കെ ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ. കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്തു. ആരൊക്കെയോ വന്നിരുന്നു. ഇവിടെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നൊരു സാമ്പിൾ കൊടുത്തു. ഇതൊരു പുതിയ തരമാണല്ലോ, ഇത് നല്ലതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു കമൻറ്റൊക്കെ 1-2 കേട്ട് ഞാൻ വലിയ സന്തോഷത്തിലാട്ടോ. നമ്മളുണ്ടാക്കിയ ഒരു പലഹാരം മറ്റൊരാൾക്ക് ഇത്തിരി നുള്ളി കൊടുക്കുമ്പോൾ അവരത് കഴിച്ചിട്ട് നന്നായി എന്ന് പറയണത് അതൊരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും അതെ കേട്ടോ. അപ്പം ഞാൻ പറയാം. ഇന്ന് ഞാൻ നോക്കുമ്പോഴേ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു 3:30 മണി 4 മണിക്കായിട്ട് തിരേരപ്പുറത്ത് വന്നിരുന്ന് പത്രം വായിക്കുമോ അതാണ്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ പാകം വന്ന ഏത്തപ്പഴം 3 ഇരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ. ഉണ്ടാക്കണം ഇതോ റെസിപ്പിയൊക്കെ ഒന്നിച്ച് 3 ഏത്തപ്പഴം പാകം വന്നത്. അത് തൊണ്ട് പൊളിച്ച് കായ 4 കീറി കായ വറക്കണ പോലെ ഒന്നങ്ങോട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് മറ്റൊരു ബൗളിൽ കുറച്ച് അരിപ്പൊടി, കുറച്ച് മൈദപ്പൊടി, ലേശം ഉപ്പിട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടു. നമ്മൾ പഴബോളിക്ക് ഉണ്ടാക്കണ ഒരു കൂട്ടുണ്ടല്ലോ അത് തന്നെ. അതിലിത്തിരി ചുക്കും ജീരകവും ഇട്ടു, ഇത്തിരി പഞ്ചസാര ഇട്ടു, ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടു. കാരണം അതിന് കാണാനും വേണ്ട ഒരു പവൻ കാച്ചിയ നിറല്ലേ. എല്ലാം കൂടെ മാവും സെറ്റാക്കി. ഈ ഏത്തപ്പഴത്തിന് പിന്നെ നോക്കുമ്പോൾ ഈ പഴം തന്നെ എന്താ ചെയ്യുന്നത്, വേഗം ഒരു അരമുറി തേങ്ങ അങ്ങോട്ട് എടുത്തു. തേങ്ങ എടുത്തിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. കിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി കേട്ടോ. ചീഞ്ചട്ടി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു. ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. ആ നെയ്യിൽ ഈ തേങ്ങ ചിരണ്ടിയത് അസലായിട്ട് അങ്ങോട്ട് വറുത്തിങ്ങനെ വെള്ള നിറമൊക്കെ അങ്ങോട്ട് മാറി. എരിശ്ശേരിയുടെ ഭാഗമൊന്നും ആയിട്ടില്ല കേട്ടോ, ചെമ്പർന്ന നിറമൊന്നും ആയിട്ടില്ല. എന്നാലും വെള്ള അങ്ങോട്ട് മാറി കുറച്ചൊരു ഗോതമ്പിൻ്റെ നിറം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2-3 ഈ തേങ്ങ ഇടുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ 2-3 കശുവണ്ടി പരിപ്പ് പൊട്ടിച്ച് അത് ഇട്ടു. 2-3 മുന്തിരിങ്ങ ഇട്ടു. ഒരു നുള്ളി ജീരകം അതിനകത്തേക്ക് ഇട്ടു. ഏലക്ക, ചുക്കും ജീരകവും ഏലക്കായും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിയും ഇതിൻ്റെ കൂടെ ഇട്ടു. മാവിൽ നമ്മൾ അല്പട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് പാകമായി. ആ നെയ്യിൽ മൂത്ത തേങ്ങയുടെ ഒരു മണം അങ്ങോട്ട് വന്നപ്പോൾ സംഗതിക്ക് ക്ലിക്ക് ചെയ്തു. ഇത് നന്നായിരിക്കും എന്ന് കരുതി. ഇത് തന്നെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇതിനിത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അമ്മ ഇതുപോലെ തേങ്ങ ഇത്തിരി നെയ്യിൽ തന്നെയാണ് വറുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നനച്ച അവൽ കൂടിയൊക്കെ ചേർക്കും. അതായത് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മാവുണ്ടല്ലോ, എന്നിട്ട് അത് ശരിയാക്കി സെറ്റപ്പാക്കി അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് ദോശക്കല്ല് എടുത്ത് വെച്ചു. ദോശക്കല്ല് എടുത്ത് വച്ചിട്ട് അതിൽ ഈ മൈദയും അരിപ്പൊടിയും കൂടിയാവുകൊണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ ദോശക്കല്ല് അങ്ങോട്ട് സ്ലോ ആക്കി. എന്നിട്ട് ഈ മാവ് ഒരു 1.5 തവി മാവ് ഒഴിച്ചു. മാവൊഴിച്ച് നൈസായിട്ട് അങ്ങോട്ട് പരത്തി. ആ പരത്തിയതിൻ്റെ മീതെയും അല്പം നെയ്യങ്ങ് തൂളിച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പതുക്കെ കിടന്ന് നെയ്യിൽ കിടന്ന് നല്ല അസലായിട്ടുണ്ട് മൊരിയാണ് ഈ മൈദ ദോശ, അല്ലെങ്കിൽ ഈ അരിപ്പൊടിയും മൈദയും കൂടിയിട്ട്. അത് മുരിഞ്ഞങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്ന ഈ സ്വീറ്റ് മസാലയുണ്ടല്ലോ, ആ സ്വീറ്റ് മസാല എന്തൊക്കെയാണ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ളതാട്ടോ. അതിൽ ഏത്തപ്പഴം, നന്നായി പാകം വന്ന ഏത്തപ്പഴം. ആ ഏത്തപ്പഴം തേങ്ങ വറുത്തങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ചുക്കും ജീരകവും പൊടിച്ചതും മുന്തിരിങ്ങാപ്പഴവും കശുവണ്ടി പരിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, ഏലക്കായ പൊടിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പഴം കൂടെ ഞാൻ അങ്ങ് ഇട്ട് വെച്ചിരുന്നു. ഒന്ന് ഇളക്കി അവിടെ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ദോശ അങ്ങോട്ട് മൊരിഞ്ഞ് ഒന്നങ്ങോട്ട് വരാറായപ്പോൾ ഇത് ഒരു തവി കൊണ്ട് ഒന്നങ്ങോട്ട് ഒതുക്കി ഈ തേങ്ങയും പഴവും എല്ലാം കൂടെ. എന്നിട്ട് ആ സ്വീറ്റ് മസാല ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് വെച്ചിട്ട് ഈ ദോശയുടെ മീതെ അങ്ങോട്ട് പരത്തിയത് മുഴുവനായിട്ടും തന്നെ ഞാൻ പരത്തിയിട്ടോ, പകുതിക്കല്ല, മുഴുവനായിട്ടും അങ്ങോട്ട് പരത്തി അതിൻ്റെ മീതെ
തുള്ളി നെയ്യൊന്ന് തൂളിച്ചു, എന്നിട്ട് അതവിടെ അങ്ങനെ വെച്ചു. അപ്പോൾ അടിവശം അങ്ങനെ ഒരുമാതിരി അങ്ങോട്ട് മുരിഞ്ഞ് നിറം മാറിയെന്ന് കണ്ടപ്പോൾ ദോശ അങ്ങനെ തന്നെ അങ്ങോട്ട് മറച്ചിട്ടു. എൻ്റെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നത് ഈ മസാലക്കൂട്ട്, ഈ സ്വീറ്റ് മസാല കുറച്ച് കൂടുതലായിട്ട് വെക്കേണ്ടി വന്നു. അത്രയും വെക്കണ്ടെങ്കിൽ നമുക്കിതിനെ ചുരുട്ടിയെടുക്കാം. ഈ മാവിലങ്ങ് ചേർത്താലും ഇതിങ്ങനെ ചുരുട്ടി ചുരുളായിട്ട് എടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നൈസായിട്ട്. പക്ഷേ ഇന്ന് മസാല കൂടുതൽ ഇനിയും ഒത്തിരി നേരം ഇതാവാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് ദോശ ഇങ്ങനെ മടക്കി വെച്ചു. 2 വശവും ഒന്നുകൂടെ ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് ആ മടക്കി വെച്ച ദോശ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു. ഇങ്ങോട്ടൊരു പീസ്, ഇങ്ങോട്ടൊരു പീസ്, സെൻറ്ററിലൊരു പീസ്, ത്രികോണാകൃതിയിൽ. അത് അങ്ങോട്ട് മുരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ വേഗം അവിടെ വെച്ചു. അടുത്ത് രണ്ടാമതും ഒരു ദോശ. അപ്പോൾ കുറച്ച് ദോശ ആദ്യത്തെ അത്ര ഞങ്ങൾ പൊട്ടത്തി പരത്തിയില്ല. ഇനി മുറിക്കണ്ട, ചെറുതാക്കി തന്നെ എടുക്കാം എന്ന് കരുതി ചെറുതായിട്ട് ദോശ അങ്ങോട്ട് ഉണ്ടാക്കി. ഈ സ്വീറ്റ് മസാല നടുക്ക് വെച്ച് മുരിച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ പലഹാരത്തിനൊരു പേരിടണം. എന്താണിത്? പഴം കൊണ്ടുള്ള ഏത്തപ്പഴവും തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ അടയ്ക്കൊക്കെ എടുക്കണം. അത് തന്നെ സെയിം മസാലക്കൂട്ട്. പക്ഷേ കുട്ടികളെ പറ്റിക്കാൻ ഇതിനൊരു വെറൈറ്റി, മാത്രമല്ല ഇതിനൊരു സ്വാദ് വ്യത്യാസമുണ്ട് കേട്ടോ. കൂടിയ സ്വാദുണ്ട്. നെയ്യാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ നെയ്യിൽ മുരിഞ്ഞ പഴവും തേങ്ങയും ഈ മൈദ അരിപ്പൊടി മാവും എല്ലാം കൂടിയായിട്ടുള്ള ഒരു പീസ്. ആദ്യം തന്നെ ഈ 3 പീസാക്കി വെച്ചുള്ളൂ. ഒരു പീസ് ഞാനങ്ങ് തിന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കി വയ്ക്കുമ്പോഴാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 2-3 പേരവിടെ വന്നു. അപ്പോൾ ഒരാൾ എന്നെ കാണാനായിട്ട് വന്നു അങ്ങനെ അകത്തേക്ക് എന്നെ വന്നു. അപ്പോൾ എന്താ അവിടെ ഏതാണ്ട് വറക്കണ ഒരു മണം എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാണ്ട് പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പ്ലേറ്റിൽ ഒരു പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞ് അവർക്ക് കൊടുത്തു. എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് അവർ കഴിച്ച് നല്ല വാക്ക് പറഞ്ഞു പോയി. അപ്പം എനിക്ക് ധൈര്യമായി. ഞാനും ഒരു കഷ്ണം കഴിച്ചു നോക്കി. തെറ്റൊന്നുമില്ല, നല്ല സ്വാദുണ്ടെന്നേ. ഏത്തപ്പഴത്തിൻ്റെയും നെയ്യിൽ മുരിഞ്ഞ തേങ്ങയുടെയും നെയ്യിൽ മുരിഞ്ഞ മൈദയും അരിപ്പൊടിയും കൂടിയുള്ള ദോശമാവിൻ്റെയും ചുക്കും ജീരകവും പൊടിച്ചതും ഇടയ്ക്കൊന്ന് കടിക്കണം അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിങ്ങയും ആ ഏലക്കായിൻ്റെ സ്വാദും എല്ലാം കൂടി നല്ലൊരു സ്വാദാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ കുട്ടികൾ വരുമ്പോൾ ഇത് വലുതാക്കി ഉണ്ടാക്കിയാൽ മടക്കിയിട്ട് വെച്ച് 3 മുറിക്കാം. അതല്ല ഈ ഇതൊക്കെ ചേർത്തിട്ട് ചുരുട്ടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ചുരുട്ടി എടുത്താൽ നമുക്കതിനൊരു പേരിടാം, പഴം ചുരു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പലഹാരമാണ് പഴം ചുരു. ഞാനുണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഈ വിധത്തിലൊക്കെയാണ്. ഇതാ നോക്കൂ. ഇതിൻ്റെ ഒരു വലിയത് 3 പീസാക്കി മുറിച്ചതാണ് താഴെ ഇരിക്കുന്നത്. മേൽഭാഗത്തിരിക്കുന്നത് ഞാൻ പിന്നെ ചെറുതായി ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്കുള്ള ഓരോ ദോശ പോലെയായിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ഈ 3ആയി ഭാഗിച്ചത് ആർക്കെങ്കിലും വിശേഷാല കൊടുക്കുക. ഒരെണ്ണം മുഴുവൻ ഒരാൾ തിന്നുന്നത് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3ആയി മുറിച്ചങ്ങോട്ട് വെച്ചു. ഈ മുകൾ ഭാഗത്തിരിക്കണ ഒരെണ്ണം ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കുട്ടികളൊക്കെ ഓരോന്ന് തിന്നു വരും. ഒരു 4-5 എണ്ണമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ദിവസം വൈകുന്നേരത്തെ ചായക്ക് ഫസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. പഴം ചുരുൾ, ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ചുരുൾ പലഹാരം. ചുരുട്ടിയെടുത്ത മസാല നെയ് റോസ്റ്റൊക്കെ കടകളിൽ ഇത് കിട്ടണ പോലെ കനം കുറച്ച് അതിൽ മാവൊക്കെ പഴമൊക്കെ ചേർത്തിട്ട് നൈസായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുരുളാക്കിയിട്ട് എടുത്താലും തിരക്കേടില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ആയാലും നല്ലതാണ്. പഴം ചുരുൾ ഞാൻ ഇന്നുണ്ടാക്കിയ പലഹാരമാണ് പഴം ചുരുൾ. അതിന് വേണ്ട റെസിപ്പിയൊക്കെ മനസ്സിലായല്ലോ. ഏത്തപ്പഴം
തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒരു നുള്ളി ഇഞ്ചി, ചുക്കും ജീരകം പൊടിച്ചതൊക്കെ ആയിട്ടുള്ള പൊടി, അരിപ്പൊടി, മൈദമാവ്, ഒരു നുള്ളുപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കലക്കിയ മാവ്, ഈ സ്വീറ്റ് മസാല, അതൊരു തരം ദോശ തന്നെ, മസാല ദോശ, സ്വീറ്റ് മസാല ദോശ പോലെ, പഴംചുരുൾ എന്ന് നമുക്കിതിന് പേര് വയ്ക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. പറ്റിങ്ങി പറഞ്ഞോളൂ, ഇത് മാലതി മുത്തശ്ശിയുടെ കിണ്ണാൻ തന്നു. ആയിക്കോട്ടെ, ശരി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. അപ്പം ഏത്തപ്പഴം ഒരുപാട് പാകായിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വരട്ടാനും പിടിക്കാനും ഒക്കെ പത്തിരി നേരം കിട്ടിയില്ല വെച്ചാൽ ഉണ്ടാക്കും പഴംചുരുൾ. എല്ലാവർക്കും